മിനി സ്ക്രീനിൽ അപ്പോൾ വലിയൊരു ബിഗ് സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ സീനിയറായിട്ടുള്ളൊരു ഡയറക്ടറുടെ അണ്ടറിൽ അഭിനയിക്കുക, സീനിയറായിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒപ്പം അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടിപ്സ് കിട്ടുന്ന കാര്യമാണ്. ഏതൊരു അക്കാഡമിക്സിൽ പോയാലും അല്ലെങ്കിൽ ആക്ടിംഗ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താലും കിട്ടാത്തൊരു കാര്യങ്ങളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ പടം ഒരുപാട് നാൾക്കൊരു കാത്തിരിപ്പിന് ശേഷമാണ് വന്നിരിക്കുന്നത്. ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇല്ല അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം എൻ്റെ യൂട്യൂബ് ചാനലും ഇങ്ങനെ പാരലലി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ മുട്ടിയും തുറക്കപ്പെടുന്നല്ലേ, മുട്ടിക്കൊണ്ടിരിക്കുക. കണ്ടന്റിന് ഇങ്ങനെ ക്ഷാമമില്ലാണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു എന്താ പറയുക പാഷൻ അല്ലെങ്കിൽ ഒരു ക്രൈസ് പറയുന്ന ആക്ടിങ് ആണല്ലോ. അപ്പോൾ നമുക്കത് ചെയ്തേ പറ്റൂ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ ലിമിറ്റേഷൻസിൽ വെച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക, അതാണ് ഇപ്പോൾ ഓപ്ഷൻ ഉള്ളത്. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം OTT വലിയൊരു അപ്രിസിയേഷൻ കിട്ടിയ പടമാണ് സ്വീകരിക്കാൻ. അതിനുശേഷം ഇപ്പം ഒരു പടം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ഡയറക്ടർ, ചെസ് പോലുള്ള സിനിമകൾ ചെയ്ത ഡയറക്ടർ, അതുപോലെ തന്നെ ജാഫ്രിക്ക, ഷൈൻ ചേട്ടൻ, ഷാജൻ ചേട്ടൻ എല്ലാവരുമായിട്ടുള്ള ഒരു വലിയ ലൈനപ്പ് തന്നെയാണ് സിനിമ. അതിലെനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ നല്ല സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫാമിലി മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ കുടുംബസമേതം വന്ന് കാണണം. ഞങ്ങൾ ശ്രീരാമേന്ദ്രൻ കണ്ട സമയത്ത് എല്ലാവരും എന്താണ് പറഞ്ഞത്? എല്ലാവരും തിയേറ്റർ മിസ്സായി എന്നാണ് പറഞ്ഞത്. അങ്ങനൊരു തിയേറ്ററിൽ വരാതിരുന്നവർ അത് വളരെ ഒരു എന്താ പറയുക, അവർക്ക് നല്ലൊരു മിസ്സിങ് ആയി പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതും മിസ്സാക്കരുതാരും. തിയേറ്റർ എക്സ്പീരിയൻസ് എന്നും വളരെ വലുതാണ്. അത് മിസ്സാക്കാതെ എല്ലാവരും അത് കാണും. ഇപ്പം ചാർട്ടർ കഴിഞ്ഞ് അറിയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് എക്സ്പീരിയൻസ് പറയുന്നത്? നല്ല എക്സ്പീരിയൻസ് ആണ്. കൂടെ കണ്ടവരൊക്കെ ഹാപ്പിയാന്ന് പറയുന്നു. ഞാൻ ഹാപ്പി. ഒരു ആക്ഷൻ പടമാണ്. ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ ഫുൾ സ്ട്രെച്ച് പടം ചെയ്യുന്നത്. പണിയെടുത്തിട്ടുള്ള പടമാണ്. എൻ്റെ റിസൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു സ്ക്രീനിൽ. കണ്ടവരൊക്കെ എന്താ പറയുന്നത്? എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. ക്രൂ ഉണ്ടായിരുന്നു. കുറച്ച് പബ്ലിക് ആൾക്കാരാണെന്ന് എല്ലാവരും പറയുന്നത്. വർക്ക് ആവുന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും അങ്ങനെ വർക്ക് ആവട്ടെ ആഗ്രഹിക്കുന്നു. ഇവരായിരിക്കുന്ന പടങ്ങളൊക്കെ ഇനിയിപ്പോൾ അടുത്തത് മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു സീരീസാണ്. അണലി എന്നാണ് പേര്. അണലിയാണ് ഇനിയിപ്പോൾ അടുത്ത് ഉടനെയുള്ളത്. പണിയെടുത്തിട്ടുള്ള പടമായിരുന്നു. കുറച്ച് ആക്ഷനും പരിപാടിയൊക്കെ ആദ്യമായിട്ടാണ് ആക്ഷനൊക്കെ ചെയ്തത്. ഹാപ്പിയാണ്. നമ്മുടെ തിയേറ്ററിൽ കുറേ ടൈപ്പ് ഓഫ് മൂവീസ് വരുന്നതാണ്. അപ്പോൾ ചാർട്ടറിൻ്റെയും അതിൽ വൺ ഓഫ് ദി ഭയങ്കര റിമാർക്ക് ചെയ്യുന്നുള്ള പ്രതീക്ഷയുണ്ട്. തിയേറ്ററിലെ ആൾക്കാർ സ്വീകരിക്കണമെന്നാണ് പേഴ്സണലി ആഗ്രഹം. അറിയില്ല എങ്ങനെ വരും. ഹോപ്പ്ഫുള്ളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.